ജനുവരി 29 അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിൽ ദാരുണമായ ഒരു വിമാന അപകടമുണ്ടായി. അമേരിക്കൻ എയർലൈൻസിന്റെ ഒരു യാത്രാ വിമാനവും അമേരിക്കൻ ആർമിയുടെ ഒരു ഹെലികോപ്റ്ററും തമ്മിൽ കൂട്ടിയിടിക്കുകയും ആ അപകടത്തിൽ ഇരു വാഹനങ്ങളിലും ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും കൊല്ലപ്പെടുകയും ചെയ്തു. 67 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. അവരുടെ മൃതശരീരങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപകട കാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ വാർത്തയായിരിക്കുന്നതും ലോകമെങ്ങും ഷെയർ ചെയ്യപ്പെടുന്നതുമായ ഒരു പ്രസ്താവന ഈ അമേരിക്കൻ എയർലൈൻ വാഹനത്തിലെ പൈലറ്റുമാരിൽ ഒരാളായിരുന്ന സാമുവൽ ലില്ലി എന്ന സാം ലില്ലിയുടെ പിതാവ് തിമോത്തി ലില്ലിയുടേതായി വന്നിരിക്കുന്ന പ്രസ്താവനയാണ്. മകൻ നഷ്ടപ്പെട്ടതിന്റെ തീവ്ര വേദനയ്ക്കിടയിലും ആ പിതാവ് തന്റെ ഫേസ്ബുക്കിൽ തന്റെ വിശ്വാസവും പ്രത്യാശയും രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം കുറിച്ചു: എന്റെ മകനെ ഞാൻ വീണ്ടും കാണും. അവൻ ഭക്തനായ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അവൻ യേശുവിന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. അവൻ എവിടേക്ക് പോയിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. ഞാൻ അവനെ വീണ്ടും കാണും. ഇതാണ് ആ പിതാവിന്റെ പ്രസ്താവന. ഒപ്പം അദ്ദേഹം ഇങ്ങനെ ആവർത്തിക്കുന്നു: എൻ്റെ മകൻ സാം എന്നെ പോലെ ഒരു പൈലറ്റ് ആയപ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ടായി. അവനെ ഓർത്ത് ഞാൻ അഭിമാനം കൊണ്ടു. എന്നാൽ ഇപ്പോൾ എനിക്ക് ഹൃദയം തകരുന്ന വേദനയുണ്ട്. എനിക്ക് ഉറങ്ങുവാൻ സാധിക്കുന്നില്ല. എനിക്കവനെ വീണ്ടും കാണാമെന്ന പ്രത്യാശയുണ്ട്. അപ്പോഴും എൻ്റെ ഹൃദയം തകർന്നുകൊണ്ടിരിക്കുകയാണ്. പിതാവ് അതിവേദനയോടെ എഴുതുന്നു. ജോർജിയയിലാണ് സാം ലില്ലി വളർന്നു വന്നത്. വളർന്നു വന്നപ്പോൾ ആദ്യം അദ്ദേഹം ഒരു മാർക്കറ്റിംഗ് വിദ്യാർത്ഥിയായിരുന്നു. 2018 ജോർജിയ സദേൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം സമ്പാദിച്ചു. അതിനെ തുടർന്നാണ് തൻ്റെ പിതാവിന്റെ പാതയിൽ ഒരു പൈലറ്റ് ആകുവാൻ സാം തീരുമാനിച്ചത്. പിതാവ് 20 വർഷങ്ങൾ അമേരിക്കൻ ആർമിയിൽ ഒരു പൈലറ്റായി സേവനമനുഷ്ഠിച്ചിരുന്നു. പരിശീലനത്തെ തുടർന്ന് കഴിഞ്ഞ 2 വർഷമായി അമേരിക്കൻ എയർലൈൻസിന്റെ മറ്റൊരു വിഭാഗമായ PSA എയർലൈൻസിൽ യാത്രാ വിമാനത്തിന്റെ പൈലറ്റായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു സാം ലില്ലി. സാം ലില്ലി വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ ശരത്കാലത്ത് അവരുടെ വിവാഹ നിശ്ചയം നടന്നു. വരാൻ പോകുന്ന സമ്മറിൽ അവരുടെ വിവാഹം നടക്കേണ്ടതായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഈ അപകടമുണ്ടാകുന്നത്. പിതാവ് തിമോത്തി ലില്ലി തന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ന്യൂയോർക്കിലായിരിക്കുമ്പോഴാണ് അമേരിക്കൻ എയർലൈൻസിന്റെ ഒരു വിമാനം അപകടത്തിൽപ്പെട്ടു എന്നുള്ള വാർത്ത അറിയുന്നത്. എന്നാൽ ഇത് തന്റെ മകൻ പറത്തുന്ന വിമാനമാണ് എന്ന് അദ്ദേഹം ആദ്യം മനസ്സിലാക്കിയിരുന്നില്ല. മകൻ വിവാഹം കഴിക്കുവാൻ പോകുന്ന പെൺകുട്ടിയെ വിളിച്ചപ്പോഴാണ് ഈ വിമാനം തന്റെ മകനാണ് പറത്തിയിരിക്കുന്നത് എന്നുള്ള വിവരം ആ പിതാവ് അറിയുന്നത്. ജനുവരി 29 രാത്രി 8:45 US ക്യാപിറ്റോളിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം മാറിയായിരുന്നു ഈ അപകടമുണ്ടായത്. റീഗൻ വാഷിംഗ്ടൺ എയർപോർട്ടിന് സമീപം കൂട്ടിയിടിച്ച വിമാനങ്ങൾ സമീപത്ത് മഞ്ഞു മൂടിക്കിടക്കുന്ന പോട്ടോമാക് നദിയിലേക്ക് പതിക്കുകയായിരുന്നു. മൃതദേഹങ്ങൾ വീണ്ടെടുക്കുവാനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും ദേശീയ സുരക്ഷാ ബോർഡും ചേർന്ന് അപകട കാരണങ്ങളെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആർമി പൈലറ്റിന് സംഭവിച്ച അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ജീവിതത്തിലെ ഏത് വലിയ പ്രതിസന്ധിയിലും അതിവേദനയിലും ഒരു ക്രിസ്തുവിശ്വാസിക്ക് ആശ്രയിക്കുവാനും അഭയം ചൊല്ലുവാനും ഒരിടമുണ്ട് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് സാം ലില്ലിയുടെ പിതാവ് ടിം ലില്ലിയുടെ വാക്കുകൾ. ലോകമെങ്ങും ഇപ്പോൾ ഇത് വൈറലായിരിക്കുന്നു. ആളുകൾ ധാരാളമായി ഇത് ഷെയർ ചെയ്യുന്നു. തൻ്റെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വാക്കുകൾ ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഈ അതിവേദനയുടെ ഘട്ടത്തിലും ഷെയർ ചെയ്ത ആ പിതാവിന് വേണ്ടി, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ആ വിമാനയാത്രക്കിടയിൽ മരണമടഞ്ഞ മറ്റെല്ലാവരുടെയും കുടുംബാംഗങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.